ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കടച്ചക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെയധികം പോഷകഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ കടച്ചക്ക കൊണ്ട് നമുക്കങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കടച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കാമ്പാണ് മുറിച്ചെടുക്കേണ്ടത്. ഈ കടച്ചക്ക നമ്മൾ മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങും, ബ്രൗൺ കളറായി തുടങ്ങും. ഒരു ക്രീം കളറിൽ നിന്നും ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കടച്ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട. കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. ഈ കടച്ചക്കയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതുപോലെ കുക്കറിലും ഇട്ട് നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി 1/4 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തുകൊണ്ടിരിക്കുന്ന ഈ തേങ്ങയിലേക്ക് 4 വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 5 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരും, അതുവരെ വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 കുരുമുളക് മണി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് തേങ്ങ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തേങ്ങ വറുത്തെടുത്തതിന് ശേഷം ഇതിൽ തന്നെ വെക്കരുത്, വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. നമ്മൾ വറുത്തെടുത്ത തേങ്ങയുടെ ചൂടൊന്ന് കുറച്ച് പോയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കടച്ചക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കടച്ചക്കയും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. ഈ സമയം വറുത്തെടുത്ത തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത തേങ്ങ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ കറിക്ക് വെള്ളം കുറവാണെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. കറി വെക്കുമ്പോൾ നല്ല മണം അടുക്കള മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഈ കറിക്ക് നല്ല രുചിയുണ്ടാകുമെന്ന ഒരു തെളിവാണിത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കടുക് താളിച്ചിടണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതെടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറി തയ്യാറായി കഴിഞ്ഞു. കടച്ചക്കയുടെ ഒരു പുളിയും നല്ല ഒരു പോഷകഗുണമുള്ള കറിയാണിത്. ഇത് ചോറിനോടൊപ്പം കുറച്ച് അച്ചാറും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയോടുകൂടി കഴിച്ച സദ്യ കഴിച്ചതിൻ്റെ ഒരു സുഖമായിരിക്കും. നമ്മളിത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയാണെന്ന് വിചാരിച്ചു പോകും. ചിക്കൻ കറിയുടെ അതേ രുചിയും മണവുമാണ് ഇതിനുള്ളത്. പിന്നെ ചപ്പാത്തിക്കൊപ്പം കൂട്ടിക്കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.